ഹായ് ഗായ്സ്, ഇന്നത്തെ എൻ്റെ റിവ്യൂ നമ്മുടെ ക്യൂബിജിയിൽ മൊത്തം സുഗന്ധം പരത്തുന്ന നമ്മുടെ ഷൈനയുടെ ഹൈറയിൽ നിന്നുള്ള കുറച്ച് അത്തറുകളാണ്. ടൻടടാങ്. എല്ലാം ഡിഫറെൻ്റ് ആയതുകൊണ്ടാണ് കേട്ടോ ഈ ഡിഫറെൻറ്റ് കളേഴ്സ് നിങ്ങൾക്ക് കാണുന്നത്. നിങ്ങൾക്കറിയാം, ഈ അത്തർ എന്ന് പറയുന്നത് ആൽക്കഹോൾ കണ്ടൻറ്റ് ഇല്ലാത്ത നാച്ചുറൽ ഓയിൽസിൽ നിന്ന് ഉണ്ടാക്കുന്ന സംഭവങ്ങളാണ് ഈ അത്തർ. ഷൈനയുടെ കയ്യിൽ ഒരു ഓൾമോസ്റ്റ് 40 ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫ്രേഗ്രൻസസ് ഉണ്ട്. അത് വുഡ് ഫ്ലേവേഴ്സ് ഉണ്ട്, ഇപ്പോൾ സാൻഡൽ വുഡ്, ഊത് അങ്ങനെയൊക്കെ ആയിട്ട്. പിന്നെ ഫ്ലവേഴ്സിൽ പിന്നെ കണക്കില്ല. ജാസ്മിൻ, ചെമ്പകം, ഇലാഞ്ചി, അങ്ങനെ ഭയങ്കര വെറൈറ്റി സംഭവങ്ങൾ ഫ്ലവേഴ്സിലുണ്ട്. പിന്നെ ഫ്രൂട്ട്സിലുണ്ട്. പിന്നെ നമ്മുടെ ഹീരാവണ്ടിയിലൊക്കെ പറഞ്ഞ ഫേമസ് ആയ ജന്നത്തുൽ ഫിർദൗസ് ഇല്ലേ, അത്. അങ്ങനെ ഒരുപാട് ഡിഫറെൻറ്റ് ഫ്രേഗ്രൻസസ് നമ്മുടെ ഷൈനയുടെ കയ്യിലുണ്ട്. അപ്പോൾ കുറച്ച് ഫ്രേഗ്രൻസസ് ആണ് എനിക്ക് റിവ്യൂന് അയച്ചത്. അപ്പോൾ ഞാനത് കാണിച്ചു തരാം. ബ്ലാക്ക് ഊദ്, ഇത് കോമൺ ആയിട്ട് മിഡിൽ ഈസ്റ്റിൽ അറബ്സൊക്കെ യൂസ് ചെയ്യുന്ന സംഭവമാണ്. ഭയങ്കര ഇത് ആക്ച്വലി ഇച്ചിരി സ്ട്രോങ് ആയ ഒരു സ്മെല്ലാണ്. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഇവിടെ ഏറ്റവും കോമൺ ആയിട്ട് അറബ്സ് യൂസ് ചെയ്യുന്ന ഒരു സ്മെല്ലാണ് ഈ ബ്ലാക്ക് ഊദ്. ഭയങ്കര സ്ട്രോങ് ആയ ഒരു സ്മെല്ലാണ്. എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് അറിയില്ല, എനിക്കിഷ്ടമാണ്. അപ്പോൾ ഈ അത്ര ഇടുന്നതെന്ന് പറഞ്ഞാൽ പൊതുവേ നമ്മുടെ ഈ ഒരു റിസ്റ്റിലെ ഇങ്ങനെ, പിന്നെ നമ്മുടെ ഇയർ ലോബ്സിൻ്റെ ബാക്കിലും, പിന്നെ ഇവിടെ കഴുത്തിലും, അതായത് നമ്മുടെ പൾസ് പോയിൻ്റ് ഇല്ലേ, അവിടെയാണ് പൊതുവേ ഈ അത്തർ എന്ത് പോണ ഈ അത്തർ ശരിക്കും അപ്ലൈ ചെയ്യുക. ശരിക്കും നമ്മുടെ ബോഡി ഹീറ്റ് ആകുമ്പോഴാണ് ഇതിൻ്റെ ആ ഒരു സ്മെല്ല്. അപ്പോൾ ഒരുപാടൊന്നും നമ്മൾ അത്ര യൂസ് ചെയ്യുമ്പോൾ ഒരുപാടൊന്നും നമ്മൾ ഇടേണ്ട, വളരെ കുറച്ച് ഇച്ചിരി ഡ്രോപ്പായിട്ട് ഇട്ടിട്ട് അതിങ്ങനെ ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുക. ഇത് ആക്ച്വലി ക്ലോത്ത്സിൽ അപ്ലൈ ചെയ്യാൻ പാടില്ല എന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത്. ഒരു പക്ഷേ ഇത് ഓയിൽ ആയതുകൊണ്ട് ക്ലോത്ത്സിൽ ചിലപ്പോൾ സ്റ്റെയിൻ എങ്ങാനും ഉണ്ടാവും. പക്ഷേ ചിലർ ഇത് ഇങ്ങനെ ചെയ്തതിന് ശേഷം ഇങ്ങനെ ഡ്രസ്സുമ്മ തടവുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇവിടുത്തെ അത്തർ ഷോപ്പുകളിൽ അങ്ങനെ കണ്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. ഇതിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഫുൾ ഡേ നമ്മളൊരു ഇച്ചിരി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും ഫുൾ ഡേ ആ ഒരു ഫ്രേഗ്രൻസ് നമുക്ക് ഫീൽ ചെയ്യും. അടുത്തത് മിക്സ് ഫ്രൂട്ടാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ഒരു ഓപ്പൺ ചെയ്ത ബാച്ചിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫ്ലേവർ ഇതാണ്. ഭയങ്കര ലൈറ്റായിട്ടുള്ളൊരു, എന്താ പറയുക, ഒരു ഭയങ്കര പ്ലസൻ്റായ ഒരു സ്മെല്ലാണ്. ഞാൻ ആക്ച്വലി ഉണ്ടല്ലോ, സ്മെൽസ് എപ്പോഴും എന്തെങ്കിലും ആയിട്ട് റിലേറ്റ് ചെയ്യും. ചിലപ്പോൾ ഒരു വ്യക്തിയാവാം, ചിലപ്പോൾ ഒരു സീനായിരിക്കാം, ചിലപ്പോൾ ഒരു സ്ഥലമായിരിക്കാം. എനിക്കെപ്പോഴും ഓരോ സ്മെൽസ് വേറെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കണക്ട് ചെയ്യും. അപ്പോൾ എനിക്ക് വളരെ ഹാപ്പിയായ ഒരു മൊമെൻറ്റ്, അല്ലെങ്കിൽ എൻ്റെ ക്ലോസ് ഫ്രണ്ട്സിനൊക്കെയാണ് ഈ ഒരു സ്മെല്ല് എനിക്ക് റിമൈൻഡ് ചെയ്യുന്നത്. ഭയങ്കര പ്ലസൻ്റ് ആയ ഒരു സ്മെല്ലാണ്. അപ്പോൾ പ്ലസൻറ്റ് സ്മെൽസ് ഇഷ്ടമുള്ളവർ മിക്സ് ഫ്രൂട്ട് ഡെഫിനറ്റ്ലി ട്രൈ ചെയ്യണം. അടുത്തത് റോസ്. ഇത് ശരിക്കും നമ്മുടെ നാടൻ റോസ് ഇല്ലേ, മറ്റേ പിങ്ക് കളറ് നാടൻ റോസ്, അതിൻ്റെ സ്മെല്ലാണ്. അപ്പോൾ റോസാപ്പൂവിൻ്റെ മണം ഇഷ്ടമുള്ളവർ ഡെഫിനറ്റ്ലി ഇത് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ബ്രൗൺ ഓർക്കിഡ്, ഇതും ഒരു ഫ്ലവറി സ്മെല്ലാണ്. നൈസ്. ഇത് എനിക്ക് തോന്നുന്നു ആണുങ്ങൾക്ക് കൂടുതൽ ഇഷ്ടമാവും. ആ ഒരു എന്താ പറയുക, ഒരു ഇച്ചിരി കൂടി ഒരു മെയിലിഷ് സ്മെല്ലായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു. അപ്പോൾ ഇത് ബ്രൗൺ ഓർക്കിഡ്. അടുത്തത് സാൻഡൽവുഡ്. നമുക്കെല്ലാവർക്കും അറിയാം. നമ്മുടെ നിങ്ങൾക്ക് മണക്കാൻ പറ്റില്ല അല്ലേ, ശരിക്കും ചന്ദനത്തിൻ്റെ മണമാണ്. അപ്പോൾ കണ്ടോ, ഇത്രയുണ്ട് കേട്ടോ. ഒരു ഇച്ചിരി ക്വാണ്ടിറ്റി മതി. അതായത് ഒരു തുള്ളി ഇവിടെ ഇട്ട്, ആളുടെ ഇതെന്ന് പറഞ്ഞാൽ ഒരു റോൾ ഓൺ ടൈപ്പാണ്. ഇത് കണ്ടോ. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒന്ന് റോൾ ഓൺ ചെയ്ത് ഇങ്ങനെ ഇട്ട് ഇവിടെ ഒന്ന് ഇട്ടിട്ട് ഇങ്ങനെ ഒന്ന് ചെയ്താൽ ഒരു ഇച്ചിരി ക്വാണ്ടിറ്റി മതി. കുറേ മാസങ്ങളോളം നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ഇലഞ്ചിപ്പൂവിൻ്റെ മണമാണ്. പിന്നെ ഞാൻ നിങ്ങളെ കാണിക്കുന്നു. അപ്പോൾ ഇലഞ്ചിപ്പൂവ്, അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് നമ്മുടെ ഷൈനയുടെ കയ്യിലുണ്ട്. ഇത് നമ്മുടെ കൂൾ വാട്ടർ, ഡേവിഡ് ഓഫിൻ്റെ അറിയപ്പെടുന്ന പെർഫ്യൂമാണ്, ഡിറ്റോട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ബ്രാൻഡഡ് പെർഫ്യൂംസിൻ്റെ സ്മെല്ല് വേണമെങ്കിൽ അതിൻ്റെയും അത്ര നമ്മുടെ ഷൈനയുടെ കയ്യിലുണ്ടാവും. പിന്നെ ഇത് കണ്ടോ, ഞാൻ നിങ്ങളെ പാക്കിങ് കാണിക്കാൻ വേണ്ടിയിട്ട് പൊട്ടിക്കാതെ വെച്ചതാണ്. ഇത് കണ്ടോ, ഇങ്ങനെ ഫുള്ള് ബബിൾ റാപ്പ് ചെയ്ത് നന്ന സ്റ്റിക്കർ ഇട്ട് ഒട്ടിച്ചിട്ടാണ് നമ്മുടെ അത്തേഴ്സ് വരുന്നത്. അപ്പോൾ ഇത് പൂക്കളാണ്. ലാവൻഡർ, ജാസ്മിൻ, ചെമ്പകം, 3 പൂക്കളാണ്. ഹായ് എൻ്റെ അമ്മേ, അയ്യോ, ഞാൻ എൻ്റെ എന്താ പറയുക, കുഞ്ഞിലേക്ക് ഞാൻ തിരിച്ചു പോയി. ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ചില സ്മെൽസ് നമ്മളെ ഒരു സിറ്റുവേഷനിലേക്ക് അല്ലെങ്കിൽ ഒരു മൊമെൻറ്റിലേക്ക് തിരിച്ചു കൊണ്ടുപോകുന്നു. അയ്യോ, ചെമ്പക മരവും ചെമ്പകം എടുത്ത് തലയിലൊക്കെ വെച്ച് നടക്കുന്ന ആ ഒരു സീനാണ് എനിക്ക് ഓർമ്മ വരുന്നത്. നമുക്ക് ഭയങ്കര ഈ സ്മെൽസ് ഉണ്ടല്ലോ, നമുക്ക് ഭയങ്കര നൊസ്റ്റാൾജിയ തരുന്ന സംഭവമാണ്. ഇത് ജാസ്മിൻ, അതെ, മുല്ലപ്പൂവ്. പിന്നെ
ലാവൻഡർ, നമുക്ക് അധികം പരിചയമില്ലാത്തൊരു സ്മെല്ലാണ്. ഈ അത്തർ കൂടാതെ ഷൈനയുടെ കയ്യിൽ ഊദ് പൗഡേഴ്സ് ഉണ്ട്. അതായത് ഈ എന്ത് പറയാൻ, ഞങ്ങൾ ഇവിടെയൊക്കെ ബുക്കൂർ എന്നാണ് പറയുന്നത്, ഈ ഒരു സ്മെല്ല് ബേൺ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ ബേണേഴ്സ്, അതായത് മെറ്റൽ, വുഡ്, സെറാമിക്, അതിൻ്റെയൊക്കെ ഉള്ള ബേണേഴ്സ് ഉണ്ട്. പിന്നെ വാർഡ്രോബിലെ സ്മെൽസ് അകറ്റാൻ വേണ്ടിയിട്ട് ഈ ഹാങ്ങിങ് ആയ ഇങ്ങനത്തെ ഫ്രേഗ്രൻസസ് ഉണ്ട്. പിന്നെ കാർ ഹാങ്ങിങ്സ് ഉണ്ട്. അങ്ങനെ ഒരുപാട്, അതായത് നിങ്ങളുടെ പരിസരവും ആകെ സുഗന്ധം വരുത്താനുള്ള സംഭവങ്ങൾ നമ്മുടെ ഷൈനയുടെ കയ്യിലുണ്ട്. അപ്പോൾ ഇതുവരെ ഷൈനയുടെ അത്തേഴ്സ് ട്രൈ ചെയ്യാത്തവർ മസ്റ്റായിട്ട് ട്രൈ ചെയ്യുക. എനിക്കിത് എല്ലാത്തിലും ഒരുപാട് ഇഷ്ടമായത് നമ്മുടെ മിക്സ്ഡ് ഫ്രൂട്ട്, ഞാൻ പറഞ്ഞില്ലേ, വളരെ പ്ലസൻ്റ് ആയ ഒരു ഫ്രണ്ട്ഷിപ്പിനെയും കൂട്ടുകാരികളെയൊക്കെ ഓർമ്മ വരുന്ന ഒരു സ്മെല്ലാണ്. പിന്നെ നമ്മുടെ ചെമ്പകം, കട്ട നൊസ്റ്റാൾജിയ എന്നെ എൻ്റെ കുട്ടിക്കാലത്തിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ ഷൈനയുടെ അത്തേഴ്സ് ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്യൂ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.